Well, praise the Lord. ദൈവത്തിന് സ്തോത്രം. What a privilege to be here tonight. ഇന്ന് രാത്രി നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന എത്ര വലിയൊരു പദവിയാണ്. And I am much older than the first time I came to India. ഞാൻ ആദ്യം ഇന്ത്യയിൽ വന്നതിനേക്കാൾ എനിക്കിപ്പോൾ ഇച്ചിരി പ്രായം കൂടിയിട്ടുണ്ട്. And this year I turned 60. എനിക്ക് ഇന്ന് 60 വയസ്സ് ഈ വർഷം തികയാണ്. But I still feel like I'm 35. എന്നാൽ എന്റെ തോന്നല് എനിക്ക് 35 വയസ്സേ ആയിട്ടുള്ളതാണ്. And my first time to India was 1979. ഞാൻ ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നത് 1979-ലാണ്. So I've been coming a long time, and what a privilege to be with you in this convention tonight. അതുകൊണ്ട് എത്ര നാളായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നു എന്നുള്ളതും ഇവിടെ കടന്നു വരുന്ന എത്ര വലിയ പദവിയാണെന്നുള്ളതും ഞാൻ നന്നായിട്ട് അറിയുന്നു. And my greetings to you from our director, Brother Douglas Leroy, and Church of God World Missions. ചർച്ച് ഓഫ് ഗോഡ് വേൾഡ് മിഷനിൽ നിന്നും നമ്മുടെ ഡയറക്ടർ ആയിരുന്ന ഡഗ്ലസ് ശ്രീ റോയിൽ നിന്നുള്ള അഭിവാദനങ്ങളെ നിങ്ങളെ അറിയിക്കുന്നു. And we are excited by what God is doing in the Church of God all over the world. ലോകമെമ്പാടും ദൈവസഭയിൽ കൂടെ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ ഓർത്ത് നമ്മളെല്ലാം ആവേശഭരിതരായി മാറിക്കൊണ്ടിരിക്കുന്നു. And we are part of a great big church family called the Church of God. ലോകത്തിലെ ഏറ്റവും വലിയ ബൃഹത്തായ ഭവനമാകുന്ന ദൈവസഭയുടെ അംഗങ്ങളാണെന്നുള്ള അഭിമാനം നമ്മെ എത്രയോ പുളകിതരാക്കി മാറ്റും. Amen, amen, amen. Hallelujah. And we have members in 160 countries. നമുക്കിന്ന് ലോകത്തിലെ 160 രാജ്യങ്ങളില് ദൈവ മക്കൾ അംഗങ്ങളായിട്ടുണ്ട്. And the hundreds of languages that are spoken in the Church of God. 100 കണക്കിലുള്ള ഭാഷകളിലുള്ളതായ ജനമാണ് ദൈവസഭയുടെ അംഗങ്ങളായി നിലകൊള്ളുന്നത്. And when we get to heaven, I don't know what we will speak. നമ്മൾ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ എനിക്കറിയത്തില്ല ഏത് ഭാഷയായിരിക്കും നമ്മൾ സംസാരിക്കുക. I'm not sure if it'll be Malayalam. ചിലപ്പോൾ മലയാളമായിരിക്കാമോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. And it probably won't be English. ഒരുപക്ഷെ ഇംഗ്ലീഷ് ആയിരിക്കാം. But we can all speak in tongues. എന്നാൽ നമുക്ക് അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കാൻ തക്കവണ്ണം കഴിയും. And we will know even as God knows us. ദൈവം നമ്മെ അറിയുന്നത് പോലെ തന്നെ നമുക്കത് അറിയുവാൻ തക്കവണ്ണം കഴിയും. Brother Kunyapi, we bless you and thank you for the invitation to be here tonight. കർത്താവിനദാസൻ കുഞ്ഞപ്പി, നിങ്ങൾ എന്നെ ക്ഷണിച്ചതിനും എനിക്ക് ഈ സാവകാശം ഒരുക്കി തന്നതിനും പ്രത്യേകം നന്ദി അറിയിക്കുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ. And my special greetings to you, the council and the brethren today and the pastors. God bless you tonight. സ്റ്റേജിലിരിക്കുന്ന കൗൺസിൽ മെമ്പേഴ്സിനെയും ഡിസ്ട്രിക്ട് പാസ്റ്റർമാരെയും ചുമതലപ്പെട്ടതായ സ്റ്റേറ്റ് ബോർഡുകളെയും ഈ മുമ്പിലിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഞാൻ അഭിവാദനം ചെയ്യുന്നു. I'd like to share with you from the scriptures tonight. ഇന്ന് രാത്രി നിങ്ങളോടൊപ്പം തിരുവചനം ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് from the book of Hebrews chapter 11. നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായമാണ് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. Could we stand together as we read the first 6 verses? ദയവായിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഈ തിരുവചന വായനയിൽ സഹകരിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. വിശ്വാസമെന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു നാം വിശ്വാസത്താൽ അറിയുന്നു. വിശ്വാസത്താൽ ഹാബേല് ദൈവത്തിന് കായീന്റേതിനും ഉത്തമമായി യാഗം കഴിച്ചു. അതിനാൽ അവൻ നീതിമാനെന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിനു മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? Let us pray. പ്രാർത്ഥിക്കാം. Heavenly Father, we thank you for this day. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ രാത്രിക്കായി നിന്നെ സ്തുതിക്കുന്നു. We thank you for the privilege of gathering together in Jesus' name. യേശുവിന്റെ നാമത്തിൽ കൂടിവരുവാൻ ഞങ്ങൾക്ക് നൽകിയ പദവിക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. Thank you for the power of the Word of God that you have given to our lives. ഞങ്ങളുടെ ജീവിതത്തിന് നൽകിയ വചനത്തിന്റെ അത്യന്ത ശക്തിക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. Heavenly Father, we pray the Holy Spirit will touch the Word tonight. ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നത്
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളുമേ ശക്തി പകരണമേ. May the Holy Spirit touch our minds and hearts tonight. ഞങ്ങളുടെ മനസ്സുകളെയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും ദൈവാത്മാവ് ഇടപെട്ടുമാറാകണമേ. And Lord, would you speak a word of faith to our hearts tonight? ഞങ്ങളോട് വിശ്വാസത്തിന്റെ വചനം ഹൃദയങ്ങളിൽ തിരുമേനി ആഴ്ന്ന് പതിപ്പിക്കണമേ. And this we pray in Jesus' name. ഈ പ്രാർത്ഥന ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കരയറ്റുന്നു. And everyone said amen. എല്ലാവരും ചേർന്ന് പറയാം ആമേൻ. Amen. You may be seated. നിങ്ങൾക്ക് ഇരിക്കാം. I want to speak to you tonight on what does it mean to trust God. ദൈവത്തിൽ ആശ്രയം വയ്ക്കുക എന്നത് എന്താണെന്നുള്ളതാണ് ഇന്ന് രാത്രി നിങ്ങളോട് ഓർപ്പിക്കുവാൻ എനിക്ക് ആവേശമായി നിലകൊള്ളുന്നത്. There are many people today who claim that they trust God, and yet when circumstances are against them, they don't follow God. ലോകത്തിൽ അനേക പ്രിയപ്പെട്ടവരുണ്ട്, അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു എന്നാൽ സാഹചര്യം പ്രതികൂലമായി വരുമ്പോൾ അവർ ഇടറി വീഴുകയാണ് ചെയ്യുന്നത്. There's a story of a man who was once walking across the desert. ഒരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ ഒരു കഥയുണ്ട്. ഒരു നിർജ്ജന പ്രദേശത്തൂടെ അവൻ തനിയെ സഞ്ചരിക്കുകയായിരുന്നു. He had been walking for many hours and he had nothing to drink and he was so thirsty. ആ മരുഭൂമിയിൽ കൂടെ മണിക്കൂറുകൾ സഞ്ചരിച്ചപ്പോൾ ആഹരിക്കുവാനോ പാനം ചെയ്യുവാനോ അവനൊന്നും ലഭ്യമല്ലായിരുന്നു. And he came to a place where there was a little abandoned house and a small well beside the house. അവൻ നോക്കിയപ്പോൾ ശൂന്യമായി കിടക്കുന്ന ഒരു വീട്, അതിന്റെ അകത്ത് ഒരു കിണർ. And he noticed on the well there was a pump with a handle on it. ആ കിണറിന് പമ്പ് ചെയ്യുന്നതായ കൈകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പമ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. And beside the pump was a pail of water. ആ പമ്പിന്റെ അകത്ത് ഒരല്പം വെള്ളമുണ്ടായിരുന്നു. And there was a little sign on the side of the pail. എന്നാൽ അതിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു എഴുത്തുണ്ടായിരുന്നു. Now you got to remember, this man was very thirsty. നിങ്ങൾക്കറിയാമല്ലോ, ഈ വ്യക്തി പരവശനായാണ് വരുന്നത്. He hadn't had anything to drink in a long time. അനേക മണിക്കൂറുകളായി കുടിക്കാൻ ഒന്നുമില്ലാതെ അവൻ ഭാരപ്പെടുന്നു. And there before him was a pail of water. എന്നാൽ ഇതാ ഒരു അല്പം വെള്ളം അവിടെ കാണുന്നു. But the sign on the pail said the following words. എന്നാൽ അവിടെയുള്ള പാത്രത്തിലെ എഴുത്തിങ്ങനെയായിരുന്നു. It said, if you will take the pail of water and pour it in the pump, you will pump as much water as you want. നിനക്ക് ആ പാത്രത്തിലിരിക്കുന്ന വെള്ളം പമ്പിന്റെ ആ ദ്വാരത്തിൽ കൂടെ താഴോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ എത്ര വെള്ളം വേണേലും ഈ പമ്പ് നീ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുമെന്നാണ്. But it said on the bottom, if you drink any of this water, there will not be enough water to make the pump work. എന്നാൽ ഇപ്പോൾ പാത്രത്തിൽ അല്പം വെള്ളം ഇരിപ്പുണ്ടല്ലോ, ദാഹം കണക്കാക്കി നീ അതിൽ അല്പമെങ്കിലും കുടിച്ചു പോയാൽ ഈ പമ്പിന്റെ അകത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പമ്പ് പ്രവർത്തിച്ച് വെള്ളം ലഭിക്കുകയില്ല. Now here was a problem for a very thirsty man. ഇതാണ് ഈ വ്യക്തിയെ അഭിമുഖീകരിച്ച വലിയൊരു പ്രശ്നം. There's a pail of water that he can drink from. നിനക്ക് കുടിക്കുവാൻ ഇത് അല്പം വെള്ളമുണ്ട്. Or if he will believe the words on the sign, he can pour the water in the pump and have all the water he wants. എന്നാൽ അത് ചെയ്യാതെ കുടിക്കാതെ നീ ആ വെള്ളം പമ്പിന്റെ അകത്തേക്ക് ഒഴിച്ച് അതിന്റെ പിസ്റ്റൺ വെള്ളം കൊണ്ട് നിറച്ചു കഴിഞ്ഞാൽ എത്ര വെള്ളം വേണേലും ആ പമ്പ് തരുവാൻ മതിയായതാണ്. But to believe the words of that sign is much like what God asks us to do with the scripture. അതുപോലെ തന്നെയാണ് ഈ വ്യക്തി ഈ എഴുതിയിരിക്കുന്ന എഴുത്ത് പാലിക്കുവാൻ കടമപ്പെട്ട് കഴിഞ്ഞാൽ വെള്ളം ഇഷ്ടം പോലെ ലഭിക്കും. ഇതാണ് ദൈവവചനം നമ്മോട് കൽപ്പിക്കുന്നത്. What faith in God requires is that I trust God before I trust myself. ഞാൻ എന്നെ വിശ്വസിക്കുന്നതിന് മുമ്പേ ഇത് എഴുതി വെച്ച ദൈവത്തെ വിശ്വസിക്കുമെന്ന് പറയുന്നതാണ് എന്റെ വിശ്വാസത്തിന്റെ തുടക്കം. What faith says is that I will trust the Lord even if I die trusting God. ദൈവത്തിൽ ആശ്രയിച്ചിട്ട് മരിക്കേണ്ടി വന്നാലും ഞാൻ അവിശ്വസിക്കില്ലെന്ന് പറയുന്നതാണ് ദൈവിക വിശ്വാസത്തിന്റെ വലിപ്പം. Now I've been a Christian for many years and I have to say that it's not always easy to trust the Lord. ഞാൻ അനേക നാളായ ഒരു വിശ്വാസിയാണ്. എനിക്ക് എളുപ്പമായി പറയാൻ കഴിയത്തില്ല ദൈവത്തിലെ വിശ്വാസം ലളിതമാണെന്ന്. I mean, many times we have circumstances in life that we just don't know where is God today. ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മോട് തന്നെ പറയാറുണ്ട്, ഞാൻ എങ്ങോട്ടേക്കാണ് ഒഴുകിപ്പോകുന്നത്. There are times when we become sick and pray and we do not
recover very quickly. നമ്മുടെ ജീവിതത്തിലെ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ പലപ്പോഴും വിശ്വാസത്തിന്റെ ഗൗരവം നമ്മെ തടസ്സപ്പെടുത്തിയെന്നിരുന്നേക്കാം. And there are times when you have financial needs and other problems and you pray, but nothing seems to happen very quickly. ഭൗതികമായ ഞെരുക്കം ജീവിതത്തെ ആഞ്ഞടിക്കുമ്പോൾ എത്ര പ്രാർത്ഥിച്ചിട്ടും പെട്ടെന്ന് മറുപടി കാണാതെ വരുമ്പോൾ വിശ്വാസം ആടി ഉലഞ്ഞേക്കാം. And I don't know if you've ever had those experiences, but I've had them many times in my life. നിങ്ങൾക്ക് എത്ര പേർക്കുണ്ട് അതുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ധാരാളം പ്രാവശ്യം അങ്ങനെയുള്ള കാര്യം ഉണ്ടായിട്ടുണ്ട്. And sometimes in your mind the question rises, is the Lord going to answer my need this time? ഞാൻ പലപ്പോഴും അങ്ങനെയുള്ള വേളയിൽ ചോദിക്കുന്നത്, ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ ദൈവത്തിന്റെ പക്കൽ ഉത്തരവുണ്ടോ? And if God has made all of those promises, how come they're not working today? എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എന്റെ പ്രതികൂല ഘട്ടങ്ങളിൽ പ്രവർത്തിക്കാതിരിക്കുന്നത്? And sometimes there are times when we are discouraged for days or weeks or even months. ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ നിരാശയുടെ അടിത്തട്ടിൽ നാം ആകുമ്പോൾ. Sometimes you are a pastor and you're preaching the gospel and having problems in the church. നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്ന സഭയിൽ പ്രതികൂലത്തിന്റെ കാറ്റടിക്കുമ്പോൾ. And you think about the teachings of the Bible and you wonder how come they are not working in my life or my church. തിരുവചനത്തിലെ വാഗ്ദത്തങ്ങൾ നിന്റെ ജീവിതത്തിൽ പ്രവൃത്തി പദത്തിൽ വരാതെ പോകുമ്പോൾ. And sometimes the devil will say to us, well, where is the God who answers prayer? ചിലപ്പോൾ പിശാച് പറയും, അതൊക്കെ ശരിയാണ്, ആരാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത്? Where is your God that brings healing as he promised? നിനക്ക് സൗഖ്യം തരുന്ന ദൈവം നിന്റെ പ്രതികൂലത്തിൽ എവിടെയെന്ന് ചോദിക്കും പിശാച്. Where is your God that performs miracles? അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം എവിടെയെന്ന് പിശാച് മന്ത്രിക്കും. And that's when the child of God puts their feet on the ground and says, what? Even if God never answers another prayer, I still trust him. അന്നേരമാണ് ദൈവത്തിന്റെ പൈതൽ പറയുന്നത്, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലാലും ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നതിന് ഒരണുവിട പോലും ഇളകിപ്പോകത്തില്ല. You see, trusting in God means that I believe and I trust in the Lord no matter what I see or what I feel. ഞാൻ വിശ്വാസം എന്ന് പറയുമ്പോൾ ദൈവത്തിൽ ആശ്രയം വെച്ചിട്ട് കാണാൻ കഴിയുന്നില്ലേലും വിശ്വാസം കൊണ്ട് എന്റെ ദൈവം പ്രവർത്തിക്കുമെന്ന് ആശിക്കുന്നതാണ് വിശ്വാസം. Amen. Praise the Lord. Hallelujah. You know, the Bible does not try and prove that God exists. ബൈബിൾ ഒരിക്കലും ദൈവം ഉണ്ടെന്ന് തെളിയിക്കാറില്ല. The words of the Bible are written in such a way that it assumes that God is there and he is everywhere. കാരണം ദൈവവചനം എഴുതിയിരിക്കുന്നത് വായിക്കുമ്പോഴേ അറിയാം അതിന്റെ പുറകിൽ ദൈവം ഉണ്ടെന്നുള്ള വലിയ പ്രഖ്യാപനങ്ങൾ. And you see, the writer of the Hebrews said that whoever comes to God first of all must believe that he exists, that he is there. അതുകൊണ്ടാണ് 11:6 നാം വായിച്ചത്, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കേണ്ടതാകുന്നു. You know, when I look in the world and what God has made, there is no doubt that God has made this world. ഞാൻ ഈ അഖിലാണ്ടത്തെ നോക്കിക്കഴിഞ്ഞാൽ ദൈവം ഉണ്ടെന്ന് എനിക്ക് അല്പം പോലും സംശയം ഉണ്ടാകത്തില്ല. You know, the air that we breathe has a perfect combination of chemicals that we might live. എനിക്ക് ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാണാത്ത വായു ഞാൻ ശ്വസിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഉന്മേഷം ഇതിന്റെ പുറകിൽ ദൈവമുണ്ടെന്ന് എന്നെ തെളിയിക്കുന്ന യാഥാർത്ഥ്യമാണ്. You know that water expands and contracts at just the right temperature so that the sea is never frozen. ഒരു കാരണവശാലും ഈ വെള്ളം വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുകയില്ല എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ആവിയാകുന്നു, മഞ്ഞുകട്ടയാകുന്നു. ഇത് ദൈവത്തിന്റെ അത്ഭുത പ്രതിഭാസമല്ലേ? And God has put just the right amount of materials in the soil so the plants will grow. നമ്മൾ നിലത്ത് വിതയ്ക്കുന്നു, എങ്ങനെയാണ് ചെടികൾ തഴച്ചു വളരുന്നത്? And the human body is so wonderfully and marvelously made. എങ്ങനെയാണ് എന്റെ ശരീരം അത്ഭുതകരമായി ഇത്ര പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്? You know, the skin on your body is a fantastic thermostat. എന്റെ പുറമെയുള്ള ചർമ്മങ്ങൾ എത്ര അത്ഭുതകരമാണ്. Your skin regulates the temperature of your body. പ്രകൃതിയുടെ പ്രതിഭാസത്തോട് പ്രതികരിക്കുവാൻ ത്വക്കിനുള്ള ശേഷി എത്ര അത്ഭുതമാണ്. Even your body is so marvelously created, it is more uniquely designed than anything that man has made. എനിക്ക് എന്റെ ശരീരത്തിൽ ദൈവം നടത്തിയ സൃഷ്ടിയുടെ കരവിരുത് എന്ത് ചെയ്യുവാൻ എന്നെ പ്രാപ്തനാക്കുന്നത്
ദൈവത്തിന്റെ കരമാണെന്ന് എനിക്ക് സംശയിക്കേണ്ടതുണ്ടോ? And you know, the brain that you have in your head is less than 2 kilos in size, and yet it has more than 1,000 crore of cells in it. നിന്റെയും എന്റെയും തലയ്ക്ക് 2 തലച്ചോറിന് 2 കിലോ തൂക്കമുണ്ടെങ്കിൽ ഏകദേശം 2000 കോടി സെല്ലുകൾ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. And this little thing that's only 2 kilos in size can hold all the knowledge and information that you can gather in a lifetime. ഈ 2 കിലോ തലച്ചോറ് കൊണ്ട് നിനക്ക് സമ്പാദിക്കാൻ കഴിയുന്ന ജ്ഞാനത്തിന്റെ വലിപ്പം എത്ര വലുതെന്ന് നിനക്ക് ചിന്തിക്കാൻ കഴിയുമോ? And your heart is the most marvelous pump that's ever been made. ദൈവം സൃഷ്ടിച്ച എല്ലാ യന്ത്രങ്ങളിലും വെച്ച് നമ്മുടെ ഹൃദയം എത്രയോ വലിയൊരു പമ്പാണ്. During your lifetime, your heart will beat 250 crore. നിന്റെ ജീവിതകാലം മുഴുവനും നിന്റെ ഹൃദയം ഇടിക്കുന്നത് 250 കോടി പ്രാവശ്യമാണ്. Every day your heart pushes 6,000 liters of blood through 70,000 kilometers of vessels and arteries. ഏകദേശം 7000 കിലോമീറ്റർ ദൂരത്തില് ഏകദേശം 6000 പ്രാവശ്യം നിന്റെ ഹൃദയം ഇടിച്ചാണ് ഹൃദയ തുടിപ്പ് കൊണ്ട് രക്തത്തെ ശരീരത്തിൽ തലതൊട്ട് കാല് വരെ പായിക്കുന്നത്. And I could go on and on about the details of our human body. ഇങ്ങനെ മനുഷ്യ ശരീരത്തിന്റെ വർണ്ണന വിവരിക്കുവാൻ ഞാൻ സമയമെടുക്കുന്നു. But I just want you to know that you were made in the image of God. ഇതിന്റെ എല്ലാം പുറകിൽ ഞാൻ പറയുന്ന കാര്യം നിന്നെ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് And if God has the power to make us as we are, God has the power to take care of our needs. എന്നെയും നിന്നെയും തനിമപ്പെട്ട ഞാനും നീയും ആക്കിയത് ദൈവത്തിന്റെ കഴിവാണ്. Hallelujah. You know, when you look out into the stars, you cannot count the stars of the sky. നീ ആകാശത്തിലേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങളെ അപഗ്രഥിക്കുവാൻ നിനക്ക് കഴിയുമോ? Well, you know, our sun is one of more than 100 million or more than 1,000 crore of stars. ഏകദേശം 1000 കോടി നക്ഷത്രങ്ങളിൽ ഒരുവൻ മാത്രമാണ് നമുക്ക് ചൂട് നൽകുന്ന സൂര്യൻ എന്ന് നിനക്കറിയാമോ? And they call that only one galaxy. അത് ഒരു സൗരയൂഥം മാത്രമാണ്. And yet the Bible says very quickly in these words, it says that by faith we understand that God made the world. അതുകൊണ്ടാണ് വിശ്വാസത്താൽ ദൈവം അഖിലാണ്ടത്തെ ഉണ്ടാക്കി നാം വിശ്വസിക്കുന്നു എന്ന് പറയുന്നത്. And you see, the writer of the Hebrews says that when you come to God, you must believe that He exists. അതുകൊണ്ട് എബ്രായരുടെ കർത്താവ് പറഞ്ഞത് ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കേണ്ടത് ഏറ്റവും വലിയ കാര്യമാണ്. You see, for years people have tried to declare that God has no power. അനേക വർഷങ്ങൾ എടുത്തു, അനേക വർഷങ്ങൾ മെനക്കെട്ടു ദൈവത്തിന്റെ ശക്തി ശോഷിപ്പിച്ചു കളയുവാൻ ചില മനുഷ്യര്. But the scripture does not try and prove that God is there. ദൈവം അവിടെ ഇല്ലോ ഇല്ലയോ എന്നൊന്നും തെളിയിക്കുവാൻ തിരുവചനം സമയമെടുത്തിട്ടില്ല. The scripture assumes that He is there. തിരുവചനം പറയുന്നു ദൈവം അവിടെ ഉണ്ട്. And the writers of the Bible are amazed at the wonder and the power and the majesty of God. തിരുവചനത്തിന്റെ എഴുത്തുകാരെല്ലാം ഈ അദൃശ്യ ദൈവത്തെ കണ്ടുകൊണ്ട് അവന്റെ പ്രാപ്തിയും ശക്തിയും മഹത്വവും തേജസ്സും തങ്ങളുടെ പേജുകളിൽ അവനെ കുറിച്ച് എഴുതി വെച്ചു. The writer of the Psalm said, when I consider the heavens and the work of your hands, what am I that you would be mindful of me? സങ്കീർത്തനക്കാരൻ പറയുന്നു, നീ ഉണ്ടാക്കിയ ചന്ദ്രനെ നക്ഷത്രങ്ങളെ ഓർക്കുമ്പോൾ അടിയൻ എന്തുള്ളു ദൈവമേ. But you see, having trust in God means that we understand that He is powerful and great. നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, അവൻ ശക്തനാണ്, അവൻ വലിയവനാണ്. And even if you don't know it tonight, God holds the world together. നീ വിശ്വസിച്ചില്ലേലും കൊള്ളാം, തന്റെ ശക്തിയുള്ള ഭുജം കൊണ്ടാണ് അവൻ അഖിലാണ്ടത്തെ വഹിക്കുന്നത്. And if He can do that, He can be trusted with our lives. അവൻ അത് ചെയ്യാൻ കഴിയുമെങ്കിൽ നീ അവനെ വിശ്വസിക്കാൻ കൂടെ കഴിയണം. Listen, I want to challenge you tonight. It's time to trust God. ഞാൻ നിങ്ങളെ വീണ്ടും ആഹ്വാനം ചെയ്യട്ടെ, സമയം അതിക്രമിച്ചു. ദൈവത്തിന്റെ വിശ്വാസം ശക്തമാക്കൂ. To trust God with what is small and to trust God with what is great. ദൈവത്തിന്റെ വലിപ്പം കാണണമെങ്കിൽ ദൈവത്തിന്റെ ആശ്രയം വലുതാക്കുമ്പോഴേ കഴിയത്തുള്ളൂ. You know, not too long ago I was going through a difficult time in my life.
എന്റെ ജീവിതത്തിന്റെ പ്രതികൂല വേളയിൽ കടന്നുപോയപ്പോൾ, And you know, I came upon some circumstances that surprised me. എന്നെ ആശ്ചര്യപ്പെടുത്തിയ പ്രത്യേക സാഹചര്യങ്ങൾ ഉളവായപ്പോൾ, And the Holy Spirit just kind of spoke to my heart. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു. And he asked me this question. അവൻ എന്നോട് ഈ ചോദ്യം ചോദിച്ചു. He said, "Don't you think that I knew this was going to happen?" നിനക്കറിഞ്ഞുകൂടായിരുന്നോ എനിക്കിത് അറിയാമെന്നുള്ളത്? Because nothing catches God by surprise. ദൈവത്തെ നമ്മുടെ ഒരൊറ്റ വിഷയവും ആശ്ചര്യപ്പെടുത്തുകയില്ല. Many times we are surprised in life. പലത് സംഭവിക്കുമ്പോൾ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും. We are not prepared for what happens. അത് സംഭവിക്കുമെന്ന് ചിന്തിക്കാൻ നമുക്ക് ശേഷിയില്ലാതിരിക്കും. Trouble or tragedy or sickness or crisis. ആപത്തോ അപകടമോ പ്രതികൂലമോ ഏതും വരുമ്പോൾ, And we are not prepared at times. അത് ഏറ്റെടുക്കുവാൻ നാം But ഒരുക്കപ്പെടാതിരിക്കും. nothing catches God by surprise. എന്നാൽ ദൈവത്തെ ഇതൊന്നും ആശ്ചര്യപ്പെടുത്തത്തില്ല. ദൈവം ഇതിനൊക്കെ അജ്ഞനല്ല. Before anything happens, He already knows about it. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പേ അവനത് അറിയുന്ന ദൈവമാണ്. And I remember that day when the Lord said to me, "Don't you think I knew this was going to happen?" ദൈവം ചോദിക്കുകയാണ്, നിനക്കറിഞ്ഞുകൂടായിരുന്നോ എനിക്കിത് അറിയാമെന്നുള്ളത്? And I had to stop and I said, "Well, yes, Lord, you saw this was coming." ഞാൻ പറഞ്ഞു, അതേ കർത്താവേ, അതെന്റെ നേരെ വരുന്നത് നീ കണ്ടു. And then I realized if God knew this was going to happen, then God must have a plan for me in this situation. നീ അറിഞ്ഞിട്ടാണ് അതെന്റെ നേരെ വന്നതെങ്കിൽ നിനക്കതിന്റെ പുറകിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ട്. And you know, it kind of changed my life. അതെന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കാരണമായി. When things started to come by surprise, അത്ഭുതകരമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്റെ നേരെ കടന്നു വന്നപ്പോൾ I would just stop and pray in tongues for a few minutes. ഞാൻ നിന്നിട്ട് ദൈവമുമ്പാകെ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കും. And I would say to myself, "Lord Jesus, you saw this was coming. ഞാൻ പറഞ്ഞു, അതേ കർത്താവേ, നീ കണ്ടു, ഞാൻ കണ്ടില്ല. So you've already got a plan. നീ കണ്ടെങ്കിൽ ഇതിന്റെ പുറകിൽ എനിക്ക് സംഭവിച്ചതിന് പുറകിൽ നിനക്കൊരു And it's ഉദ്ദേശമുണ്ട്. time for me to trust you, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. because my life is in your hands. കാരണം എന്റെ ജീവൻ നിന്റെ കരത്തിലാണ്. And nothing's going to happen to me that you're not going to help me overcome." നീ അറിയാതെ ഒന്നും എനിക്ക് വരത്തില്ലെന്ന് ഞാൻ ഉറയ്ക്കുമ്പോൾ അത് സഹായിപ്പാൻ നീ കഴിവുള്ളവനാണെന്ന് ഞാൻ അറിയുന്നു. Trusting God tells us that nothing's going to happen to your life, nothing's going to happen to your work, nothing's going to happen to your ministry that God doesn't know about. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നീ പറയുന്നു, എനിക്കെതിരായി, എന്റെ ശുശ്രൂഷയ്ക്കെതിരായി, എന്റെ ജീവിതത്തിനെതിരായി ഒന്നും സംഭവിക്കുവാൻ എന്റെ ദൈവം അറിയാതെ നടക്കുകയില്ല. Hallelujah. ഹല്ലേലൂയ. He that comes to God must believe that He exists. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. Now it's important to believe the second part of this verse. ഇതിന്റെ രണ്ടാമത്തെ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. That He is a rewarder of those who diligently seek Him. അതാണ് പ്രധാനം. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കുന്നവനാണ്. I heard somebody say one time, it doesn't really matter what you believe as long as you are sincere. നീ പരമാർത്ഥതയുള്ളവനാണെങ്കിൽ നീ വിശ്വസിക്കുന്ന കാര്യം നിനക്ക് ലഭിക്കുമെന്നുള്ളത് ദൈവം നിനക്ക് തരുന്ന ഉറപ്പാണെന്ന് ഒരാൾ പറഞ്ഞു. But it does matter what you believe. നീ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. Because what you believe affects the way that you will behave. നീ എന്ത് വിശ്വസിക്കുന്നുവോ അതനുസരിച്ച് നീ പെരുമാറണം. Before we come to God, we must believe that He is a rewarder in those who seek Him. നാം ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നു നാം വിശ്വസിക്കേണ്ടതാണ്. And you see, Hebrews chapter 11 tells us about men and women who trusted God. അതിനുശേഷമായി 11-ാം അധ്യായം ദൈവത്തിൽ ആശ്രയം വെച്ച മഹാരഥന്മാരുടെയും മഹതികളുടെയും ഒരു വലിയ ചിത്രമാണ് താഴോട്ട് എഴുതിയിരിക്കുന്നത്. This chapter is meant to be a chapter of encouragement. ഈ അധ്യായം നമുക്ക് പ്രത്യാശ ഉളവാക്കുന്ന ധൈര്യം പകരുന്ന അധ്യായം. It's supposed to speak to ordinary people like you and I who have problems and challenges. എന്നെയും നിന്നെയും പോലുള്ള സാധാരണക്കാരായ ആളുകൾ പ്രശ്നം അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് നൽകുന്ന ആഹ്വാനമാണ് എബ്രായർ 11-ാം അധ്യായം. And then after this chapter is over, it tells us in chapter 12. അതിനുശേഷമായി ഈ
കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ And he says, after we've read these stories of faith, we need to fix our eyes on Jesus, who is the author and finisher of our faith. വിശ്വാസവീരന്മാരുടെ ചരിത്രം കേട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായെങ്കിൽ പതിപ്പിക്കണമെന്നുള്ള പ്രഖ്യാപനമാണ് And കാണുന്നത്. the writer of the Hebrews was saying, if you'll keep your eyes on Jesus, you can do what these men and women did in Hebrews chapter 11. അതിന്റെ അർത്ഥം എന്താണ്? ഈ പൂർവികന്മാർ ദൈവത്തിൽ ആശ്രയം വെച്ചിട്ട് അവർക്കിതൊക്കെ ഭവിച്ചു എങ്കിൽ നീയും ആശ്രയം വെച്ചാൽ നിനക്കിതൊക്കെയും ഭവിക്കും. You see, those who trust in the Lord, nothing is impossible to you. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു കാര്യവും അസാധ്യമായിരിക്കുകയില്ല. Hallelujah. ഹല്ലേലൂയ. Well, Hebrews 11 tells us about Noah who built an ark. അതിനുശേഷമായി കാണുന്നത് നോഹ വിശ്വാസത്താൽ ഒരു പെട്ടകം ഉണ്ടാക്കി. Noah obeyed God. നോഹ ദൈവത്തെ അനുസരിച്ചു. He had to walk by faith. അവൻ വിശ്വാസത്താൽ നടക്കേണ്ടി വന്നു. He was called by God to build a boat. ദൈവം അവനോട് പറഞ്ഞു ഒരു പെട്ടകം നിർമ്മിക്കുവാൻ. And that was before there'd ever been any rain on the earth. അവൻ അതിനു മുമ്പ് ഇത് സംശയിക്കാതിരിക്കത്തക്ക ഒരു മഴയും അതിനു മുമ്പ് And it was പെയ്തിട്ടില്ല. absolute foolishness to the human mind. അവന്റെ മാനുഷിക മനസ്സിന് ഒരു പെട്ടകമുണ്ടാക്കുന്നത് മഴയെ അതിജീവിക്കാൻ എന്നുള്ള ചിന്താഗതിയെ തകിടം മറിക്കുന്നതായിരുന്നു. But trusting God is never foolish to the man of God. മഴ പെയ്തിട്ടില്ലേലും പെട്ടകമുണ്ടാക്കാൻ പറഞ്ഞ ദൈവത്തിൽ നോഹ വിശ്വസിച്ചെന്നുള്ളതാണ് അവന്റെ വിശ്വാസത്തിന്റെ ആതിഥ്യം. You know, I heard a story of a man who built a church one time. ഞാൻ ഒരു സഭയുണ്ടാക്കിയ ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. And God spoke to him to go to a certain village ദൈവം അവനോട് പറഞ്ഞു ഒരു ഗ്രാമത്തിൽ കടന്നു പോകുവാൻ, and to build a church. ഒരു സഭാ മന്ദിരം പണിയുവാൻ. He didn't have any money. അവന്റെ കയ്യിൽ പണമില്ലായിരുന്നു. He didn't have anyone to back him up. അവനെ പിന്താങ്ങാൻ ആരുമില്ലായിരുന്നു. You know what? It's about time that people started trusting God in our world. അങ്ങനെ എപ്പോഴാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കും വയ്ക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാമോ? Lots of times people say, well, God has spoken to me, but I don't have any money. ചില ആളുകൾ പറയാറുണ്ട് ദൈവം എന്നോട് പറഞ്ഞു പക്ഷെ എന്റെ പക്കൽ പണമില്ല. Well, if God has spoken to you, you don't need any money. You just need faith ദൈവം in God. നിന്നോട് പറഞ്ഞെങ്കിൽ നീ ഒരു പണവും കാണേണ്ട കാര്യമില്ല, വിശ്വാസത്താൽ അത് സംഭവിക്കും. Come on now, amen? ആമേൻ. I mean, somebody says, I'm trusting the Lord. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് ചിലർ പറയുന്നു. I'm living by faith. ഞാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. Can you give me some money? എന്നിട്ട് പറയും നിങ്ങൾ അല്പം പണം തരാമോ? Well, this man, God spoke to him to go build a church. അവനോട് ദൈവാത്മാവ് പറഞ്ഞു ഒരു സഭാഹോൾ And he knew that God had spoken to his life. അവൻ അറിഞ്ഞു ദൈവം അവനോട് സംസാരിച്ചെന്ന്. And he went to this small community and he built a church building. ഒരു ചെറിയ സമൂഹത്തിന് മുമ്പിൽ ചെന്ന് ദൈവനിയോഗത്താൽ താൻ അവിടെ ഒരു സഭാഹോൾ He was able to get enough money together to buy a small lot on the highest point in the village. ആ ഗ്രാമത്തിലെ ഏറ്റവും ഉയർന്നിരിക്കുന്ന ഒരു സ്ഥലത്ത് അല്പം പണം കൊണ്ട് ഒരു സഭാമന്ദിരം പണിയുവാനുള്ള കാശ് അവൻ സമ്പാദിച്ചു. And he started to hold services. അവിടെ അവൻ ആരാധന ആരംഭിച്ചു. Now he only had one problem. ഒരു പ്രശ്നമുണ്ട്. There was no people coming. ഒറ്റ വ്യക്തിയും ആരാധനയ്ക്കില്ല. But he had service every week anyway. ഏതായാലും ആളില്ലേലും ആരാധനയുണ്ട്. But there was no people coming. ആരാധനയ്ക്ക് ആളില്ല. He did that for 5 years. 5 വർഷം ആളില്ലാതെ അവൻ ആരാധന നടത്തി. This is a true story. സത്യമാണ് ഞാൻ പറയുന്നത്. But there was no people coming. ആരും വരുന്നില്ലായിരുന്നു. And then they had a problem in that village. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഗ്രാമവാസികൾക്ക് ഒരു വലിയ പ്രശ്നം വന്നു. They had severe rains so that the whole village flooded. ഒരു വലിയ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഗ്രാമം മുഴുവൻ വെള്ളപ്പൊക്കമായി. And the only place that was not flooded was the church building on the high mount. ആ ഗ്രാമത്തില് ആകെ വെള്ളം കയറാത്ത ഒരിടമുണ്ടായിരുന്നത് ആളില്ലാതെ ആരാധന നടത്തുന്ന സഭാഹോളിൽ മാത്രമായി. And everyone took refuge in the church. അങ്ങനെ താഴെ കിടന്ന ആളുകളെല്ലാം ഉയർന്ന സ്ഥലത്ത് പണിത പള്ളിക്കകത്ത് താമസിക്കാൻ വേണ്ടി ചെന്നു. For 5
years he preached to an empty church. 5 വർഷം ശൂന്യമായിരിക്കുന്ന ആലയത്തെ നോക്കി അദ്ദേഹം പ്രസംഗിച്ചു. And now he preached to a full church. എന്നാൽ ഇപ്പോൾ അവൻ പ്രസംഗിക്കുന്നത് ഗ്രാമവാസികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ സഭാമന്ദിരത്തിലാണ്. And as a result of that flood, he won many to Christ in the community, and the church was established. അങ്ങനെ പെയ്ത മഴ നിമിത്തം ഉണ്ടായ വെള്ളപ്പൊക്കത്താൽ കോള് നിറഞ്ഞ ജനത്തോട് പ്രസംഗിച്ച് അനേകർ രക്ഷിക്കപ്പെടുവാൻ തന്നെ ദൈവം പ്രാപ്തനാക്കി. And that came about because a man trusted the word of the Lord. കാരണം ആ വ്യക്തി അരുളി ചെയ്തവന്റെ വചനത്തിൽ വിശ്വസിച്ചു എന്നുള്ളതാണ്. You know, many times we say God has spoken to my life. നമ്മൾ പലപ്പോഴും പറയും ദൈവം എന്നോട് സംസാരിച്ചു. But as soon as there's a problem, we change our mind. എന്നാൽ ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ, But you see, if there's trust in the word of the Lord, then if God says it, I'm going to do it in Jesus' name. യേശുവിന്റെ നാമത്തിൽ വചനത്തിൽ വിശ്വസിച്ച് പ്രശ്നത്തെ അതിജീവിക്കുമെന്ന് പറയുവാൻ നിനക്ക് കഴിയണം. Amen. ആമേൻ. Well, this chapter is about men and women who trusted the Lord. ഈ അധ്യായത്തിൽ കാണുന്നത് ദൈവത്തിൽ ആശ്രയിച്ച സ്ത്രീ പുരുഷന്മാരെയാണ്. Abraham obeyed God and began a journey without a map. ഒരു ഭൂപടമില്ലാതെ വിശ്വാസത്താൽ യാത്ര തിരിച്ച നമ്മുടെ പൂർവീകനാണ് അബ്രഹാം. And he obeyed, and that was trusting God. അവൻ ദൈവത്തിൽ വിശ്വസിച്ചു എന്നുള്ളതായിരുന്നു പുറപ്പാടിന്റെ ഗൗരവം. More can be done by trusting God than all of our human efforts combined. നമ്മുടെ മാനുഷിക ശേഷികൾ എല്ലാം കൂടെ സംഭരിച്ച് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ വലുതാണ് ദൈവത്തിൽ വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെടുമ്പോൾ സാധിക്കുന്നത്. Amen. ആമേൻ. One man with faith in God ഒരു വ്യക്തി ദൈവത്തിൽ ആശ്രയം വെച്ചു can have more results than 100 men working in the flesh. എന്നാൽ അതിന് പകരമായി 100 വ്യക്തികൾ ജഡത്തിൽ ആശ്രയിക്കുന്നത് ഇതിന്റെ പറ്റുപരിക വരികയില്ല. Now the Bible says all of these died in faith. ഇവരെല്ലാവരും വിശ്വാസത്താൽ മരിച്ചു എന്ന് തിരുവചനം പറയുന്നു. Some of them died trusting. ചിലര് വിശ്വാസത്താൽ മരിച്ചു. Some of them died believing. ചിലര് ദൈവത്തിൽ ആശ്രയിച്ചു മരിച്ചു. But they all died believing that God would answer. ദൈവം അവർക്കൊരു മറുപടി നൽകും എന്നുള്ള ഉറപ്പോടെ അവർ മരിച്ചു. George Mueller, the German pastor, one day was asked, how long should you pray for something? ജോർജ് മുള്ളർ എന്ന് പറഞ്ഞ ജർമ്മൻ പാസ്റ്ററോട് ദൈവാത്മാവ് പറഞ്ഞു, ഒരു വിഷയത്തിന് വേണ്ടി നീ എത്ര നാൾ പ്രാർത്ഥിക്കും? And he told this story. താൻ ഇങ്ങനെയാണ് ഒരു കഥ പറഞ്ഞത്. He said, a friend of mine has a son who is backslidden. എന്റെ ഒരു സഹോദരന്റെ സ്നേഹിതനൊരു മകനുണ്ട്, അവൻ പിന്മാറ്റക്കാരനാണ്. And he asked me to pray for him. അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. And he said, I have prayed for that man every day for 40 years. ഞാൻ ആ പിന്മാറ്റക്കാരനായ മകന് വേണ്ടി ദിനം മുറിയാതെ 40 വർഷം പ്രാർത്ഥിച്ചെന്ന്. And he said, the man said to George Mueller, don't you think it's time to give up? ജോർജ് മുള്ളറോട് അദ്ദേഹം ചോദിച്ചു, ഇനി പ്രാർത്ഥന നിർത്താറായില്ലേ? He said, I will pray for that man every day of my life because God always answers prayer. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കും. ദൈവവചനം പറയുന്നു, ദൈവം പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത് കൊണ്ട്. Now you see, there's a man that knew how to trust God. ഇവിടെ കാണുന്ന വ്യക്തി ദൈവത്തിൽ ആശ്രയിക്കാൻ തന്റേടമുള്ളവൻ. Now it says these all died in faith. അവരെല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു. Now let me tell you what it's like to die in faith. വിശ്വാസത്തിൽ മരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? People that die in faith, they die happy. വിശ്വാസി മരിക്കുന്നവൻ സന്തോഷത്തോടെ മരിക്കുന്നു. They die sweet. അവർ സുഖമനുഭവിച്ച് മധുരമനുഭവിച്ച് മരിക്കുന്നു. They die hopeful for the future. അവർ ഭാവി പ്രത്യാശയോടെ മരിക്കുന്നു. You know, one of the things that I pray all the time, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. God, I want to die a happy preacher. ഞാനൊരു സന്തോഷിക്കുന്ന പ്രസംഗകനായി കർത്താവേ എനിക്ക് മരിക്കണം. Because I've met many men of God who are my age and they're bitter and nasty and sour. എന്റെ പ്രായക്കാരായ അനേകരുണ്ട്, കയ്പും വേദനയും ചവർപ്പും അനുഭവിച്ച് ജീവിതം കയ്പോടെ തള്ളി നീക്കുന്നവർ. And they grumble and they complain.
അവർ പിറുപിറുക്കുന്നു, അവർ പരാതിപ്പെടുന്നു. But I say, God, give us faith ഞാൻ പറയുന്ന കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസം to പകരണം, be joyful, എപ്പോഴും സന്തോഷിക്കുക, to be peaceful, സമാധാനം അനുഭവിക്കുക, to be hopeful, പ്രത്യാശയുള്ളവനാകുക, like Jesus was. യേശു ആയിരുന്നത് പോലെ. Amen. ഹല്ലേലൂയ. That's how you die in faith. അങ്ങനെയാണ് അവർ വിശ്വാസത്താൽ മരിച്ചത്. I pray as I get older that I will get better. ഞാൻ പ്രായം ചെന്നവനായി തീർന്നാലും ഈ കാര്യം ഞാൻ പാലിച്ചാൽ ഞാൻ മെച്ചപ്പെട്ടവനായി മാറും. Now, you know, I've been a pastor for a long time. നിങ്ങൾക്കറിയാമോ, ഞാൻ അനേക വർഷങ്ങൾ And if ശുശ്രൂഷകനായി. you're a pastor here today, I really like you. ഞാൻ ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷകന്മാരെ ഓർത്ത്, കർത്തൃദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. Because I like pastors. എനിക്ക് സഭാ ശുശ്രൂഷ വലിയ ഇഷ്ടമാണ്. I even like myself. എനിക്ക് ആ കാര്യത്തിൽ എന്നെ വലിയ ഇഷ്ടമാണ്. But you know, when you're a pastor for a long time, എന്നാൽ ഒരു കാര്യമുണ്ട്, നിങ്ങൾ അനേക വർഷം പാസ്റ്ററായിരിക്കുമ്പോൾ there are many challenges that come at your life. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അനേക അവസരങ്ങൾ വരും. And I always tell my congregation something all the time. ഞാൻ ഏത് സമയത്തും ഒരു കാര്യം എന്റെ സഭാവിശ്വാസികളോട് പറയുന്നത് ഇങ്ങനെയാണ്. I tell them, if you come back next year, I will be a better preacher. നിങ്ങൾ അടുത്ത വർഷം വരുമ്പോൾ ഞാൻ കഴിഞ്ഞ വർഷത്തേക്കാൾ നല്ലൊരു പ്രസംഗകനായി മാറും. And I will be a better man. ഞാൻ കുറെ കൂടെ നല്ല വ്യക്തിയായി മാറും. And I will be a stronger Christian. ഞാൻ ഉറച്ച വ്യക്തിയായി മാറും. You know why I say those things? ഞാൻ എന്തുകൊണ്ടാണ് ഈ വാക്കുകളോട് Because പറയുന്നത്? I don't believe that God is finished with me yet, and I'm still getting better. ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു, എന്നെ ദൈവം പണി തീർത്തിട്ടില്ല, പണിതുകൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കും. Amen? ആമേൻ. I'm not looking for retirement. ഞാൻ ഒരിക്കലും പെൻഷൻ ആകാൻ ആഗ്രഹിക്കുന്നില്ല. I'm looking for refirement. ഞാൻ തീ പിടിച്ചവനായി മാറാൻ ആഗ്രഹിക്കുന്നു. Amen. Well, trusting God with our life is what the Hebrews is about. എബ്രായ ലേഖനത്തിൽ പറയുവാനുള്ളതെല്ലാം നമ്മുടെ ജീവിതം കൊണ്ട് നാം വിശ്വാസമുളവാക്കുന്നവരായി മാറണം. It challenges us to believe that God is faithful. അത് നമ്മെ ആഹ്വാനം ചെയ്യുന്നത് ദൈവം വിശ്വസ്തനെന്ന് വിശ്വസിക്കണം. It teaches us that sometimes God takes time to fulfill His promises. ചിലപ്പോൾ ദൈവം തന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ സമയമെടുക്കും. David said, those who know your name will trust in you. നിന്റെ പേര് കേൾക്കുന്നവർ നിന്നെ വിശ്വസിക്കാനിടയാകും. David said, for you, Lord, have never forsaken those who seek you. കാരണം ദൈവമേ, നിന്നെ അന്വേഷിക്കുന്നവർ നിരാശപ്പെടുവാൻ, കൈവിടപ്പെടുവാൻ നീ അനുവദിക്കുന്ന ദൈവമല്ലല്ലോ. And when the heart is turned toward God and His will, God's purpose will always be done in your life. ദൈവത്തിന്റെ ഹൃദയത്തെയും നമ്മുടെ ചിന്താഗതിയെയും താല്പര്യത്തെയും തിരിച്ചു കഴിയുമ്പോൾ, Trusting God means turning your heart towards the Lord. നാം ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ദൈവാഭിമുഖമായി തിരിക്കുകയാണ്. Wherever you are in life tonight, call upon the Lord. നീ ഇന്ന് രാത്രി ഏത് നിലയിലും ആയിരിക്കട്ടെ, അവനെ വിളിച്ചപേക്ഷിക്കുവീൻ. Earnestly seek the Lord with your whole heart. നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിപ്പീൻ. Look for God's way in every situation. നിന്റെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യത്തിലും ദൈവത്തിന്റെ വഴി കാണാൻ ശ്രമിപ്പീൻ. And that is what it means to trust the Lord. അതാണ് ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത്. You know, it takes great humility to trust the Lord. ജീവിതത്തിൽ വിനയം മാത്രമാണ് ദൈവത്തിൽ ആശ്രയം വെക്കാൻ നമുക്ക് I'll ആവശ്യമായിരിക്കും. tell you a little story that happened to me years ago. വർഷങ്ങൾക്ക് മുമ്പിൽ നടന്നൊരു അനുഭവം ഞാൻ നിങ്ങളെ പറയട്ടെ. When God gives me a word, I usually speak it out. ദൈവം എനിക്കൊരു വാക്ക് തന്നാൽ ഞാൻ അതിനെ മറ്റുള്ളവർക്ക് പ്രസംഗിച്ച് കേൾപ്പിക്കും. I was holding a meeting one time, and there were many people in the meeting. ഞാനൊരു മീറ്റിംഗ് നടത്തിയപ്പോൾ ആ മീറ്റിംഗിൽ ധാരാളം പേര് വന്നിട്ടുണ്ടായിരുന്നു. There was a young man sitting on the front row. അതിന് മുമ്പിലത്തെ കസേരയിൽ ഒരു ചെറുപ്പക്കാരൻ ഇരിപ്പുണ്ടായിരുന്നു. And while I was speaking, he was kind of laughing and smiling.
ഞാൻ പ്രസംഗിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരൻ കളിയാക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. And I stopped and I pointed at him and I said, your heart is not right with God. ഞാൻ വിരൽ ചൂണ്ടി അവന്റെ നേരെ പറഞ്ഞു, നിന്റെ ഹൃദയം ദൈവമുമ്പാകെ ഏകാഗ്രമല്ല. And I did not know that he was the son of the Pentecostal minister of the biggest church in the city. ആ പട്ടണത്തിലെ ഏറ്റവും വലിയ സഭയിലെ ഏറ്റവും വലിയ പാസ്റ്ററുടെ മകനാണ് അവൻ എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. And the next day the Pentecostal minister called me. അടുത്ത ദിവസം ആ പെന്തക്കോസ് പാസ്റ്റർ എന്നെ വിളിച്ചു. And he said, you embarrassed my son. എന്നോട് പറഞ്ഞു, നിങ്ങളുടെ യോഗത്തിൽ വന്ന എന്റെ മകനെ നിങ്ങൾ എന്തിനാണ് കളിയാക്കിയത്? You said in a public meeting he was not right with God. ഞാന് എന്റെ മകനെ യോഗത്തിന് അയച്ചു. ജനത്തിന്റെ മധ്യത്തിൽ വെച്ച് എന്റെ മകനോട് നീ പറഞ്ഞില്ലേ നീയും ദൈവവുമായുള്ള ബന്ധം ഉടഞ്ഞു കിടക്കുകയാണെന്ന്. Well, I was quite sure that God had spoken to me. എനിക്കറിയാമായിരുന്നു ഞാൻ പറഞ്ഞത് ഫോഷ്കല്ലെന്ന്. But I learned a long time ago that if God is speaking to you, you can afford to be humble. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ദൈവം ഇത് നിന്നെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ നീ വിനയത്തോടെ പറഞ്ഞാൽ അത് ഉറപ്പായിട്ട് നടക്കും. I said to the father, I said, if I made a mistake and embarrassed your son, I will come to your church and apologize to your son in front of the whole congregation. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ വാക്ക് നിന്റെ മകനെ ബുദ്ധിമുട്ടിച്ചെങ്കിൽ അത് ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് എനിക്ക് ബോധ്യം വരികയോ നിനക്ക് ബോധ്യം വരികയോ ചെയ്താൽ നിന്റെ സഭയിൽ വന്ന് നിന്റെ മകനെ വിളിച്ച് ക്ഷമ ചോദിക്കാമെന്ന് പറഞ്ഞു. Well, he insisted I should come and apologize. ഞാൻ ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ തീർച്ചയായും അങ്ങനെയെങ്കിൽ എന്റെ സഭയിൽ വന്ന് എന്റെ മകനോട് ക്ഷമ ചോദിക്കണമെന്ന് പറഞ്ഞു. And I just said, God, I believe I spoke your word. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്റെ നാവിൽ നിന്ന് പുറപ്പെട്ടത് അഹങ്കാരത്തിന്റെയോ നിഗളത്തിന്റെയോ വാക്കുകളല്ല. But this man says I am wrong. ഈ മനുഷ്യരെന്നാൽ പറയുന്നു ഞാൻ പറഞ്ഞ പ്രസ്താവന തെറ്റാണെന്ന്. But I will respect his position and go to his church. കർത്താവേ, അദ്ദേഹത്തിന്റെ സ്ഥാനവും ബഹുമതിയും വെച്ച് ഞാൻ തന്റെ സഭയിലേക്ക് പോവുകയാണ്. I went to his church, quite a large Pentecostal church. ഒരു വലിയ പെന്തക്കോസ്ത് സഭയാണത്. And I got up and I apologized to his son. ഞാൻ അവിടെ ചെന്നു, എഴുന്നേറ്റ് നിന്നു, എന്റെ വാക്കുകൾ നിന്റെ മകനെ മുറിപ്പെടുത്തിയെങ്കിൽ ക്ഷമിക്കണമെന്ന് ആ പൈതലിനോട് പറഞ്ഞു. And then I left the meeting. ഞാൻ ആ യോഗം കഴിഞ്ഞ് മടങ്ങിപ്പോന്നു. After I finished, ഞാൻ പറഞ്ഞു കഴിഞ്ഞ ശേഷം one of the ladies stood up in the church. ആ സഭയിലെ ഒരു സഹോദരി എഴുന്നേറ്റ് നിന്നു. And she said, Pastor, that preacher was right. Your son is a hypocrite. ആ സഹോദരി എഴുന്നേറ്റ് പറഞ്ഞു, പാസ്റ്ററെ, ആ വന്ന വ്യക്തിയുണ്ടല്ലോ ക്ഷമയോദിച്ച പാസ്റ്റർ പറഞ്ഞത് സത്യമാണ്, നിന്റെ മകൻ ഒരു കപടഭക്തനാണ്. And another member stood up and said, yes, I have seen your son doing this and this and this. മറ്റൊരാൾ എഴുന്നേറ്റ് പറഞ്ഞു, ആ പാസ്റ്റർ പറഞ്ഞത് ശരിയാണ്, പക്ഷെ നിന്റെ മകൻ ചെയ്ത കൊള്ളരുതായ്മയെല്ലാം എനിക്കറിയാമെന്ന് മറ്റൊരാൾ പറഞ്ഞു. And after a few minutes the son stood up. ചില മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ മകൻ എഴുന്നേറ്റ് നിന്നു. And he repented in front of the whole congregation. അവൻ ഏറ്റുപറഞ്ഞു സമൂഹമധ്യേ. Conviction swept over the whole church. ആ സഭയിൽ ശുദ്ധീകരണവും ഏറ്റുപറച്ചിലും വളരെ ശക്തമായി. The altar was full of people seeking God and repenting. പ്രാർത്ഥനാപീഠത്തിലേക്ക് ജനം കണ്ണുനീരോടെ കടന്നു വന്നു. And you see, sometimes when you humble yourself, ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള വേളകളിൽ നീ തരംതാഴെ പോകേണ്ടി വന്നാലും the Holy Spirit gets an opportunity. ആ സാഹചര്യത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈയേൽക്കും. I heard one preacher say one time, God, help me to hide behind the cross. ഒരു ദൈവദാസൻ ഒരിക്കൽ പറയുന്നത് കേട്ടു, കർത്താവേ, നിന്റെ ക്രൂശിനെ മറയുവാൻ എനിക്ക് കൃപ തരണം. Sometimes the world and the church sees too much of us and not enough of Jesus. പലപ്പോഴും ലോകവും ജനവും നമ്മെയാണ് കാണുന്നത്, ക്രൂശിതനെയല്ല കാണുന്നത്. But you see, if you trust the Lord, നിങ്ങൾ ദൈവത്തിൽ ആശ്രയം വെച്ചാൽ you know that He's able നിങ്ങൾക്കറിയാം അവൻ ശക്തനാണ്. to do more than you can ask or think. നിനക്ക് ചിന്തിക്കുന്നതിലും യാചിക്കുന്നതിലും അപ്പുറം ചെയ്യുവാൻ അവന് കഴിയും. He is able to save. അവന് രക്ഷിപ്പാൻ കഴിയും. He is able to provide. നൽകുവാൻ കഴിയും. He is able to guide. നയിക്കുവാൻ കഴിയും. He is able to speak. സംസാരിപ്പാൻ കഴിയും. He is able to cause His will to be done. നിന്റെ മേൽ തന്റെ ഹൃദയം നിറവേറ്റുവാൻ ദൈവത്തിന് He കഴിയും. must believe that He's a rewarder of those അവൻ പ്രതിഫലം നൽകുന്നവനാണെന്ന് നീ വിശ്വസിക്കണം. who diligently seek Him. പരമാർത്ഥമായി അവനെ അന്വേഷിക്കുന്നവർക്ക്. Holy Spirit, we invite You into this meeting tonight.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഈ ജനത്തിന്റെ മേൽ ഇറങ്ങി വരണമേ. Lord, would you release faith upon the people ഈ of God? ജനത്തിന്റെ മേൽ നിന്റെ വിശ്വാസം നീ വർദ്ധിപ്പിക്കണമേ. Lord, that we'll follow you with our whole heart. അവരുടെ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ പിൻപറ്റുവാൻ അവരെ സഹായിക്കണം. Lord, may it be our passion to do God's will. ഞങ്ങൾ ദൈവഹിതത്തിനു വേണ്ടി ആവേശമുള്ളവരായി മാറട്ടെ. Lord Jesus, may we be men and women of faith. ഞങ്ങൾ കർത്താവേ നിന്റെ വിശ്വാസത്തിന്റെ പുരുഷ സ്ത്രീകളായി മാറട്ടെ. Lord, we believe in your word tonight. ഞങ്ങൾ നിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നു കർത്താവേ. God, we believe that as we seek you, you will reward us. കർത്താവേ ഞങ്ങൾ നിന്നെ അന്വേഷിച്ചാൽ നീ ഞങ്ങൾക്ക് പ്രതിഫലം തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. Lord, you will reward the faithfulness of your people. കർത്താവിന്റെ ജനത്തിന്റെ വിശ്വാസത്തെ നീ പ്രതിഫലം നൽകി മാനിക്കുമല്ലോ. Lord, you will award the obedience of your people. നിന്റെ ജനത്തിന്റെ അനുസരണത്തെ നീ പരിഗണിക്കുമല്ലോ. And Lord, as we follow you with our whole heart, ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ പിൻപറ്റുമ്പോൾ your name will be honored and glorified. കർത്താവേ നിന്റെ നാമം മഹത്വപ്പെടട്ടെ, ഉയർത്തപ്പെടട്ടെ. And we believe that in Jesus' name. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നു. ആമേൻ. Amen. ആമേൻ.